നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ അനുസരിച്ച് ഫൈബറിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ അനുസരിച്ച് ഫൈബറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും. നമുക്ക് ആദ്യം സ്റ്റെപ്പ് ഇൻഡെക്സ് നോക്കാം. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറും കോറും ക്ലാഡിങ്ങും, അതായത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വേരി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറയുന്ന ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് പറയുന്നൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അത് ഗ്രാജുവലി ചേഞ്ചിങ് അല്ല, ഫിക്സഡ് വാല്യൂ ആണ്. കോറിൻ്റെത് N1, ക്ലാഡിങ്ങിൻ്റേത് N2, അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കുന്നത്. ഫൈബറിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് കോറിൻ്റെ സെൻറ്ററിൽ നിന്ന് കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് A ആണെന്ന് കരുതുക. ഫൈബറിൻ്റെ കോറിൻ്റെ സെൻറ്ററിൽ നിന്ന് കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ലെസ് ദാൻ A ആവുമ്പം എത്രയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റേഡിയസ് ലെസ് ദാൻ A ആണെങ്കിൽ കോറാണ്, അപ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 വരും. റേഡിയസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 വരും. സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ കേസിൽ റേഡിയസ് ലെസ് ദാൻ A ആവുമ്പം കോറാണ്, അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 വരും. റേഡിയസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A ആവുമ്പം ക്ലാഡിംഗ് ആണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 വരും. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ സിംഗിൾ മോഡിനും മൾട്ടി മോഡ് സിഗ്നൽസിനും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ ബോത്ത് സിംഗിൾ ആൻഡ് മൾട്ടി മോഡ് സിഗ്നൽസ്. മൾട്ടി മോഡ് ട്രാൻസ്മിഷൻ ആകുമ്പം കോറിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 50 മൈക്രോമീറ്ററോ അതിൽ കൂടുതലായിരിക്കും. മൾട്ടി മോഡ് ട്രാൻസ്മിഷന് വേണ്ടിയാണെങ്കിൽ കോറിൻ്റെ ഡയമീറ്റർ 50 മൈക്രോമീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. എന്നാൽ സിംഗിൾ മോഡ് ഫൈബറിനാണെങ്കിൽ, സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ കോറിൻ്റെ ഡയമീറ്റർ 2 to 10 മൈക്രോമീറ്റർ ആയിരിക്കും. അപ്പോൾ മൾട്ടി മോഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ കോറിൻ്റെ ഡയമീറ്റർ 50 മൈക്രോമീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ കോറിൻ്റെ ഡയമീറ്റർ 2 മുതൽ 10 വരെ 2 to 10 മൈക്രോമീറ്റർ ആയിരിക്കും. അബ്സോർപ്ഷൻ കാരണമുള്ള ലോസസ് കുറയ്ക്കാൻ വേണ്ടി കോറും ക്ലാഡിങ്ങും ഹൈ പ്യൂരിറ്റി ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ കാരണമുള്ള ലോസ് കുറയ്ക്കാൻ എന്ത് ചെയ്യും? കോറും ക്ലാഡിങ്ങും ഹൈ പ്യൂരിറ്റി ഗ്ലാസ് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കോറിൻ്റെ ഡയമീറ്ററിനേക്കാളും 10 ടൈംസ് കൂടുതലായിരിക്കും. ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കോറിൻ്റെ ഡയമീറ്ററിനേക്കാളും 10 ടൈംസ് കൂടുതലായിരിക്കും. N2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ നമുക്ക് N2ൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? N2 ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ എന്ന് എഴുതാം. N2 ഇസ് ഈക്വൽ ടു, അതായത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റ എന്താണ്? കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഈസ് കോർ ക്ലാഡിങ് ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. അതിനെ നമ്മൾ കോർ ഇൻഡെക്സ് ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. ഡെൽറ്റയെ വിളിക്കുന്ന പേരാണ് കോർ ഇൻഡെക്സ് ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി വേരി ചെയ്യുവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ വേരീസ് ഗ്രാജുവലി വിത്ത് ഇൻക്രീസ് ഇൻ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. അതായത് സെൻറ്ററിൽ മാക്സിമം ആയിരിക്കും. ഫൈബറിൻ്റെ ആക്സിസ് ഉള്ളിടത്ത്, ഫൈബറിൻ്റെ സെൻറ്ററിൽ, കോറിൻ്റെ സെൻറ്ററിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയിരിക്കും. അവിടെ നിന്ന് റേഡിയസ് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി കുറഞ്ഞു വരും. അപ്പം ഫൈബറിൻ്റെ സെൻറ്ററിൽ, ഫൈബറിൻ്റെ ആക്സിസ് ഉള്ളിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിൻ്റെ പീക്കിലായിരിക്കും. അവിടെ നിന്ന് റേഡിയസ് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കും. എന്നിട്ട് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആവുന്ന എവിടെയാണ്? കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസ് ഇല്ലേ, കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആയിരിക്കും. കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആയിരിക്കും. സോ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം എവിടെയാണ്? മാക്സിമം കോറിൻ്റെ സെൻറ്ററിലാണ്, അല്ലെങ്കിൽ ഫൈബറിൻ്റെ ആക്സിസ് ഉള്ളിടത്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം. അവിടുന്ന് ഗ്രാജുവലി കുറഞ്ഞു വരും. കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് നോക്കിയാൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? കോറിൻ്റെ കേസിൽ N of R ഇസ് ഈക്വൽ ടു
n1 into 1 minus 2 delta into r by a the whole raised to alpha the whole raised to 1 by 2. അതായത് കോർ ആവുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരും? n1 into 1 minus 2 delta r by a raised to alpha the whole raised to 1 by 2. ക്ലാഡിങ്ങിൻ്റെ കേസ് ആകുമ്പോഴോ? ക്ലാഡിങ്ങിൻ്റെ കേസ് ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n of r is equal to n1 into 1 minus 2 delta the whole raised to 1 by 2. n1 into 1 minus 2 delta the whole raised to 1 by 2. അതെന്ന് പറയുന്നത് n2-ന് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ആൽഫ എന്നൊരു സാധനം കണ്ടു. അതായത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷനകത്ത് ആർ ബൈ എ റേസ് ടു ആൽഫ എന്നല്ലേ കിടക്കുന്നത്. എന്താണ് ഈ ആൽഫ? ആൽഫ എന്ന് പറയുന്നത് പ്രൊഫൈൽ പാരാമീറ്റർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ആൽഫ എന്താണ്? പ്രൊഫൈൽ പാരാമീറ്റർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഈ പ്രൊഫൈൽ പാരാമീറ്റർ 2 ആവുമ്പം, ആൽഫ 2 ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഫൈബറിൻ്റെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ പാരാബോളിക് പ്രൊഫൈലാണ് കാണാൻ സാധിക്കുക. ആൽഫ 2 ആവുമ്പോൾ പാരാബോളിക് ആയിരിക്കും ഫൈബർ. ആൽഫ 1 ആണെങ്കിൽ ഫൈബർ എന്താണ്? ട്രയാങ്കുലർ ആണ്. അപ്പോൾ ഈ പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാരാബോളിക് യൂസ് ചെയ്യുന്നത് മൾട്ടിമോഡ് സിഗ്നൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരാബോളിക് പ്രൊഫൈൽ. ഇനി അതിനകത്ത് നമ്മൾ ഡെൽറ്റ കണ്ടു. ഡെൽറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. ഇൻഡെക്സ് ഡിഫറൻസ് ഡെൽറ്റയുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും? n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ 2n1 സ്ക്വയർ എന്ന് വരും. n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ 2n1 സ്ക്വയർ, അല്ലെങ്കിൽ n1 മൈനസ് n2 ബൈ n1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ്റെ കേസ്. ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ കുറവാണ്. സ്റ്റെപ്പ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പം മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ കുറവാണ്. അതുപോലെ ക്ലാഡിങ്ങിൻ്റെ തിക്നെസ് ഇവിടെ തീരെ കുറവായിരിക്കും. ക്ലാഡിങ്ങിൻ്റെ തിക്നെസ് തീരെ കുറവായിരിക്കും. ഇവിടെ ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ വാല്യൂ 0.2 to 0.3 ആണ്. ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ വാല്യൂ 0.2 to 0.3 ആണ്. കോറിൻ്റെ ഡയമീറ്റർ 50 to 60 മൈക്രോമീറ്റർ ആണ്. കോറിൻ്റെ ഡയമീറ്റർ 50 to 60 മൈക്രോമീറ്റർ ആണ്. സോ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന് ഹൈ ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണെങ്കിൽ നമ്മളതിനെ ഹൈ ബാൻഡ് വിഡ്ത്തും അതുപോലെ മീഡിയം ഹാഫ് ബാൻഡ് വിഡ്ത്ത് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യും. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെയും ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെയും ഡിഫറൻസ് നോക്കാം. സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെയും ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെയും ഡിഫറൻസ് നോക്കിയാൽ, സ്റ്റെപ്പ് ഇൻഡെക്സ് ആവുമ്പം കോറ്, ക്ലാഡിങ്, അതുപോലെ എയർ, ഇതിൻ്റെ എല്ലാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജ്വലി വേരി ചെയ്യുവാണ്. റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഗ്രാജ്വലി വേരി ചെയ്യുവാണ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ ഈ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ലാർജ് ചേഞ്ച് കാണാം. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്? ലാർജ് ആണ്. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് ആകുമ്പോഴോ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ചേഞ്ച് സ്മോൾ ആണ്. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ സിംഗിൾ ആൻഡ് മൾട്ടിമോഡ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ ആൻഡ് മൾട്ടിമോഡ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് മൾട്ടിമോഡ് സിഗ്നൽസിന് മാത്രമാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ ആൻഡ് മൾട്ടിമോഡ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് സിഗ്നൽസിനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ കൂടുതലാണ്. സ്റ്റെപ്പ് ഇൻഡെക്സിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ കൂടുതലാണ്. എന്നാൽ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സിന് കുറവാണ്. ഗ്രേഡഡ് ഇൻഡെക്സിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ കുറവാണ്. അതുപോലെ മൾട്ടിമോഡ് ട്രാൻസ്മിഷനകത്ത് സ്റ്റെപ്പ് ഇൻഡെക്സിന് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. മൾട്ടിമോഡ് ട്രാൻസ്മിഷന് സ്റ്റെപ്പ് ഇൻഡെക്സിന് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. കാരണം എന്താണ്? ന്യൂമറിക്കൽ അപ്പേർച്ചർ കുറവാണ്. മൾട്ടിമോഡ് ട്രാൻസ്മിഷനിൽ ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. കാരണം എന്താണ്? അതിന് ഹൈ ന്യൂമറിക്കൽ അപ്പേർച്ചറാണ്. ഗ്രേഡഡ് ഇൻഡെക്സിന് മൾട്ടിമോഡ് ട്രാൻസ്മിഷനിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. കാരണം എന്താ? ഹൈ ന്യൂമറിക്കൽ അപ്പേർച്ചറാണ്. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മെറിഡിയനൽ റേസ് ആയിട്ടാണ്. സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മെറിഡിയനൽ റേസ് ആണ്. എന്താ മെറിഡിയനൽ റേസ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ലൈറ്റ് റേ കോറിൻ്റെ ആക്സിസ് ക്രോസ് ചെയ്യുമെങ്കിൽ അത് മെറിഡിയനൽ റേസ് ആണ്. ലൈറ്റ് റേ കോറിൻ്റെ ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെറിഡിയനൽ റേസ് ആണ്. എന്നാൽ ലൈറ്റ് റേസ് ഗ്രേഡഡ് ഇൻഡെക്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്ക്യൂ റേസ് ആയിട്ടാണ്. ലൈറ്റ് റേസ് ഗ്രേഡഡ് ഇൻഡെക്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്ക്യൂ റേസ് ആയിട്ടാണ്. കാരണം എന്താണ്? ഈ ലൈറ്റ് റേ ഒരിക്കലും കോറിൻ്റെ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം,
സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് മെറിഡിയനൽ റേസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് സ്ക്യൂ റേസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ന്യൂമറിക്കൽ അപ്പർച്ചർ ലോ ആയതുകൊണ്ട് മൾട്ടിമോഡ് ട്രാൻസ്മിഷനിൽ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ന്യൂമറിക്കൽ അപ്പർച്ചർ ഹൈ ആയതുകൊണ്ട് മൾട്ടിമോഡ് ട്രാൻസ്മിഷനിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് എന്താണ്, ലൈറ്റ് റേ കോറിൻ്റെ ആക്സിസ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് മെറിഡിയനൽ റേസ് ആണ്. ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേ കോറിൻ്റെ ആക്സിസ് ക്രോസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്ക്യൂ റേസ് ആണ്. ലൈറ്റ് റേ കോറിനകത്തേക്ക് കയറുന്നത്, സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേസ് ആർ പ്രൊപ്പഗേറ്റഡ് ഇൻ ടു ദ കോറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സിഗ്സാഗ് മാനറിലാണ്. സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേസ് കോറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സിഗ്സാഗ് മാനറിലാണ്. അതേസമയത്ത് ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേ കോറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ സ്ഫെരിക്കലായിട്ടാണ് അല്ലെങ്കിൽ ഹെലിക്കലായിട്ടാണ്. സോ സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേ കോറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സിഗ്സാഗ് മാനറിലാണ്. ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ലൈറ്റ് റേ കോറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സ്ഫെരിക്കൽ അല്ലെങ്കിൽ ഹെലിക്കലായിട്ടാണ്. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷനാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷനാണ്. സോ ഓർത്തിരിക്കുക, സ്റ്റെപ്പ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷനാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിനാണ്. ഇത്രയുമാണ് സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിലബസിൽ എടുത്തു പറഞ്ഞേക്കുന്ന ടോപ്പിക്കാണ് സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും. സോ നന്നായിട്ട് നോക്കുക. താങ്ക്